നെക്സ്റ്റ് എക്സ്പെൻസസ് ഓൺ കൺസൈൻമെൻറ്റ് ടു ബി ബോൺ ബൈ കൺസൈനി. കൺസൈൻമെൻറ്റിൽ കൺസൈനിക്ക് എന്തെങ്കിലും എക്സ്പെൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് നോക്കുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെ അകത്ത് കൺസൈനിയുടെ എക്സ്പെൻസ് നമ്മൾ കൺസൈനറുടെ എക്സ്പെൻസ് ആയിട്ട് തന്നെയാണ് എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ കൺസൈനിയുടെ എക്സ്പെൻസും നമ്മൾ ഡെബിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റിനകത്ത് പ്രത്യേകം നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് പ്രത്യേകം പറയും കൺസൈനിയുടെ എക്സ്പെൻസ് കൺസൈനി തന്നെയാണ് സഹിക്കേണ്ടി വരുന്നത്. അത് കൺസൈനറുടെ എക്സ്പെൻസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾക്ക് ക്വസ്റ്റിനകത്ത് പ്രത്യേകം പറയുന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന രീതിയിലാണ് ആ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇഫ് expenses connected to a particular consignment at the place of consignee is to be borne by him. ഒരു കൺസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട എക്സ്പെൻസസ് കൺസൈനിയുടെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ അത് അയാൾ തന്നെ സഹിക്കണം. He will be given only commission and the expenses met is not recovered or reimbursed. അയാൾക്ക് ആകപ്പാടെ കമ്മീഷൻ മാത്രമേ കൊടുക്കുകയുള്ളൂ. എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടാകുകയാണെങ്കിൽ അത് ഒരിക്കലും അയാൾക്ക് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കത്തില്ല. In such cases, there will be no entry in the books of consignor for the expenses met by consignee. അതുകൊണ്ട് തന്നെ ആ ട്രാൻസാക്ഷൻ കൺസൈനിയുടെ എക്സ്പെൻസസിന് നമ്മൾ കൺസൈനറുടെ ബുക്കിൽ എൻട്രി ഒന്നും എഴുതത്തില്ല. The consignee has to treat it as his business expense and is to be transferred to his P&L account. കൺസൈനി അയാളുടെ ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് അത് കണക്കാക്കണം. എന്നിട്ട് അയാളുടെ പേഴ്സണൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാനേ പറ്റുള്ളൂ. ഇതിൻ്റെ സ്റ്റേഷൻ 12 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഒന്നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. Mrs. Akash Deep consigned goods of the cost of ₹60,000 to their agent PC Agencies Quailon at a profit of 20% on cost. Consignee is allowed a commission of 8% on gross sales for which he would bear on all the expenses at his place. The Akash Deep spent 3,000 for freight and got an acceptance for 30,000 from the consignee. PC Agencies paid 1,200 for advertisement and 800 for sales expenses. They sold 3/4 of the goods at a profit of 33 and 1/3% on original cost of it. Prepare consignment account in the books of Mrs. Akash Deep and give journal entries in the books of PC Agencies. അപ്പം നമുക്ക് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. കൺസൈൻമെൻറ്റ് ടു ക്വയലോൺ അക്കൗണ്ട്. അതിൽ ഫസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ്. ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റിൻ്റെ അകത്ത് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20% ഓൺ കോസ്റ്റ് 60,000. അപ്പോൾ 60,000 പ്ലസ് 60,000ൻ്റെ 20%. 60,000 plus 12,000, that is 72,000. അതാണ് 72,000 ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ് വന്നേ. ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ് നമ്മൾ പ്രോഫിറ്റിൽ എഴുതിയത് കാരണം അന്നേരം തന്നെ നിങ്ങൾ ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ് റിസർവ് കൂടി എഴുതുക. അതായത് നമ്മൾ 12,000 റുപ്പീസാണ് പ്രോഫിറ്റ് ആഡ് ചെയ്തത്. അപ്പോൾ ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞ റിസർവിൻ്റെ എമൗണ്ട് 12,000 എന്ന് എഴുതാം. ഇനി ആകാശ് ദീപിനുണ്ടായ എക്സ്പെൻസസ്, ആകാശ് ദീപാണ് കൺസൈനി, അത് എഴുതണം. ടു ബാങ്ക് 3,000. എന്നാൽ PC ഏജൻസീസ് അഡ്വർടൈസ്മെൻറ്റിനും സെയിൽസ് എക്സ്പെൻസുമായിട്ട് കൊടുത്തത് നമ്മൾ ഇതിൻ്റെ അകത്ത് എൻട്രി എഴുതുന്നില്ല. പിന്നെ അയാളുടെ കമ്മീഷൻ മാത്രമേ എഴുതുള്ളൂ. കമ്മീഷൻ്റെ കാര്യം പറയുന്നുണ്ട് 8% ഓൺ ഗ്രോസ് സെയിൽസ്. അപ്പോൾ ഗ്രോസ് സെയിൽസിൻ്റെ എമൗണ്ട് ഇതിൻ്റെ അകത്ത് തന്നിട്ടില്ല, നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. They sold 3/4 of the goods at a profit of 33 and 1/3% on original cost of it. അപ്പോൾ പ്രോഫിറ്റ് 20% ആണ് കൊയിലോൺ ഏജൻസീസിന് ഗുഡ്സ് സെൻഡ് ചെയ്തപ്പോൾ ആഡ് ചെയ്തെന്ന് പറഞ്ഞാലും അവർ വിറ്റത് 33 and 1/3%-നാണ് വിറ്റത്. ഒറിജിനൽ കോസ്റ്റിൻ്റെ 33 and 1/3% പ്രോഫിറ്റിനാണ് വിറ്റത്. അപ്പം സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ
നിങ്ങൾ ഇങ്ങനെ എടുക്കണം. 60,000 ആണ് കോസ്റ്റ്. 60,000ൻ്റെ എത്ര സെയിലാണ് നടത്തിയത്? 3/4 സെയിൽ നടത്തിയെന്നാണ് പറഞ്ഞേക്കുന്നത്. 3/4 സെയിൽ നടത്തുന്ന പറഞ്ഞാൽ 45,000 റുപ്പീസിൻ്റെ കോസ്റ്റ് വരുന്ന ഗുഡ്സാണ് സെയിൽ നടത്തുന്നത്. അപ്പം 45,000ൻ്റെ 33 and 1/3% ആണ് പ്രോഫിറ്റ് ആഡ് ചെയ്തത്. പ്ലസ് 45,000 into 33 and 1/3%. 45,000 പ്ലസ് 45,000ൻ്റെ 33 and 1/3% എന്ന് പറയുന്നത് 15,000 ആണ്. ആ 15,000 ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 60,000 റുപ്പീസാണ് സെയിൽസ് നടന്നത്. ഓക്കെ, അതാണ് PC ഏജൻസീസ് എന്ന് പറഞ്ഞ സെയിൽസ് 60,000 ഇട്ടിരിക്കുന്നത്. ആ 60,000ൻ്റെ 8% അതാണ് 4,800 കമ്മീഷനായിട്ട് അയാൾക്ക് കിട്ടിയത്. ഇനി നമ്മൾ സ്റ്റോക്കിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സ്റ്റോക്ക് അറ്റ് ഇൻവോയ്സ് പ്രൈസ്, അതായത് ഇൻവോയ്സ് പ്രൈസിൽ നമ്മൾ എത്രയായിരുന്നു നമുക്ക് ഇൻവോയ്സ് പ്രൈസ് കിട്ടിയ ഗുഡ്സ് ആൻഡ് നോൺ കൺസൈൻമെൻറ്റ് എത്രയായിരുന്നു? 72,000. അതിൽ 3/4 സെയിൽ നടന്നു. അപ്പോൾ സ്റ്റോക്ക് എത്ര വരും? 1/4. 72,000 into 1/4 is 18,000. പിന്നെ കൺസൈനിയുടെ എക്സ്പെൻസ് എടുക്കണ്ട, കൺസൈനറുടെ എക്സ്പെൻസ് മാത്രം എടുത്താൽ മതി. കൺസൈനറുടെ എക്സ്പെൻസ് 3,000 ആണ്. 3,000ൻ്റെ 1/4 എന്ന് പറയുന്നത് 750 റുപ്പീസ്. ദാറ്റ് ഈസ് 18,750 ആണ് സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റിൻ്റെ എമൗണ്ട് വരുന്നത്. ഇനി നമ്മളിപ്പോൾ സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ് നമ്മൾ പ്രോഫിറ്റിലാണ് എഴുതിയത്. ഇനി സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റിൻ്റെ നമ്മൾ റിസർവ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. ആ റിസർവ് എത്രയാണെന്നുള്ളത് നോക്കാനായിട്ട് 2 രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒന്ന്, നമുക്കറിയാം സ്റ്റോക്കിൻ്റെ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത് 72,000ൻ്റെ 1/4 ആണ് സ്റ്റോക്ക് ഇരിക്കുന്നത് അല്ലേ? അത് 72,000 എന്ന് പറയുന്നത് ഇൻവോയ്സ് പ്രൈസിലാണ്. ഒന്നെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് എടുത്തിട്ട് അതിൻ്റെ പ്രോഫിറ്റ് എത്ര ആഡ് ചെയ്തേക്കുന്നത്? 20% ഓൺ കോസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 18,000 into 20/120 ചെയ്താലും എത്ര കിട്ടും? 3,000 കിട്ടും. അതല്ല, ഇൻവോയ്സ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? അതും പ്രോഫിറ്റ് തന്നെയാണ്. ഇൻവോയ്സ് പ്രൈസും കോസ്റ്റ് പ്രൈസും, കാരണം കോസ്റ്റ് പ്രൈസിന് കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നതാണല്ലോ ഇൻവോയ്സ് പ്രൈസ് കിട്ടുന്നത്. അപ്പം ഇൻവോയ്സ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് എടുത്താലും നമുക്ക് റിസർവ് കിട്ടും. അതാണ് ആദ്യത്തെ മെത്തേഡ് ചെയ്തിരിക്കുന്നത്. ഉണ്ടോ? 72,000ൻ്റെ 1/4 എന്ന് പറയുന്നത് 18,000, അത് ഇൻവോയ്സ് പ്രൈസ്. അതുപോലെ തന്നെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 60,000. 60,000ൻ്റെ 1/4 എന്ന് പറയുന്നത് 15,000. ഇത് നമ്മളുടെ ഡിഫറൻസ് ആണ് 3,000. അതാണ് സ്റ്റോക്കിലുള്ള റിസർവ്. ഈ 2 രീതി ചെയ്താൽ ഒരേ ആൻസർ തന്നെ കിട്ടും. സ്റ്റോക്ക് റിസർവ് ഇവിടെ ഡെബിറ്റ് ചെയ്യുക 3,000. അതിനുശേഷം ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എമൗണ്ട് ഡെബിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കൺസൈനിയുടെ ബുക്കിൽ എൻട്രീസ് എഴുതണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ എല്ലാ അക്കൗണ്ട്സും കൺസൈനറുടെ ബുക്കിൽ എഴുതാൻ പറഞ്ഞിട്ടില്ല. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് മെസ്സസ് ആകാശ് ദീപ് ആൻഡ് ഗീവ് ജേണൽ എൻട്രീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ ആകാശ് ദീപിയുടെ ബിൽസ് പേയബിൾ കൊടുക്കുന്ന കാര്യമുണ്ട്. ആ കാര്യം ആണ് കൺസൈനിയുടെ ലെഡ്ജറിലെ ജേണൽ എൻട്രീസ് എഴുതുമ്പം ആദ്യം എഴുതുന്നത്. കാരണം 30,000 റുപ്പീസിൻ്റെ ബിൽസ് പേയബിൾ ഉണ്ട്. പിന്നെ അയാളുടെ എക്സ്പെൻസസിൻ്റെ കാര്യം എഴുതണം. അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ് എക്സ്പെൻസ്, ഡെപ്റ്റ് ടു ബാങ്ക്. പിന്നെ സെയിൽസിൻ്റെ എമൗണ്ട് എഴുതുക. ബാങ്ക് ഡെപ്റ്റ് ടു ആകാശ് ദീപ് 60,000. പിന്നെ അയാളുടെ കമ്മീഷൻ്റെ കാര്യം എഴുതാം.
ഇത്രയേ ഉള്ളൂ ഇലിസ്ട്രേഷൻ 12. ഈ ക്വസ്റ്റിനകത്ത് നിങ്ങൾ കണ്ടല്ലോ, കൺസൈനിയുടെ എക്സ്പെൻസസ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനറുടെ ബുക്കിൽ ആ എക്സ്പെൻസിൻ്റെ കാര്യം എഴുതുന്നില്ല, ആകെ കമ്മീഷൻ്റെ കാര്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഓക്കെ.